അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ പെരേക്ക് പോരാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു 10:15 അയക്കണ സമയം. അങ്ങനെ മണ്ണർക്കാട് വന്നിട്ട് ഞാൻ സനി കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പെരേക്കല്ല, എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. വൈകുന്നേരം 2:30ക്ക് എനിക്ക് പെരിന്തൽമണ്ണ എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. നാട്ടിലെങ്കിൽ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോവാം, അവിടുന്ന് പിന്നെ നേരിട്ട് പെരിന്തൽമണ്ണക്ക് ബസ്സുണ്ട്, അതിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഈ ഒരു ആനമൂളിയിൽ വന്ന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് അധികം വരുന്നത് ഈ താഴത്തേക്ക്, അതായത് ആസ്പത്രി പടിക്കൊക്കെ നമ്മൾ കോടതി പടിക്ക വന്നിട്ടാണ് കേട്ടോ അധികം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോകല്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലുള്ളൂ കേട്ടോ ആസ്പത്രി പടിക്കൊക്കെ. അപ്പോൾ സന ബസ്സാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നോർമലായിട്ട് തന്നെയാണ് പോന്നിരുന്നത്. പിന്നെ നല്ല സ്പീഡ് കൂടിയിട്ടോ ഞാൻ ഇറങ്ങാനാകുമ്പോഴേക്കും ഞാൻ ഭാഗ്യമെന്ന് വിചാരിച്ചിറങ്ങി. അപ്പം ഞാൻ കയറാത്തൊരു ബസ്സുണ്ട് കേട്ടോ, കരിങ്കലത്താണിക്കൊക്കെ പോണേ. ആ ബസ്സിൽ ഞാൻ പെട്ടെന്ന് എത്തൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറാനതാണ്. ഞാൻ ഇവിടെ അന്ന് ഇറങ്ങി അപ്പോഴേക്കും പിന്നാലെ നോക്കുമ്പോൾ ആ ബസ്സും ഉണ്ട് കേട്ടോ. ഇവർ പോരുന്നതിന് മുമ്പ് അവർ പോന്നിരിക്കും. അപ്പോൾ അത് ഈ സ്കൂളിൻ്റെ തീരാണ് കടന്നിക്കാട്ടോ ഈ റൂട്ട് നമുക്ക്. അനിയത്തിൻ്റെ വീട്ടിലേക്ക് നടക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഓട്ടോറിക്ഷക്കാണെങ്കിൽ 30 രൂപ കൊടുക്കണം. പിന്നെ ഇതിന് ബസ്സുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ബസ്. മിനിമം ചാർജ് ആട്ടോ ബസ്സിന്. 11 മണിക്കൊരു ബസ്സുണ്ട് പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഒരു 11:15 കഴിക്കണം പോയിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്നതാണ്. ഏതായാലും നമ്മൾ നടക്കാൻ പോകുന്ന ആൾക്കാരല്ലേ, കിട്ടിയ ചാൻസിൽ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നത്. അങ്ങനെ എൻ്റെ അനിയത്തിൻ്റെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ മോള് സ്കൂൾ പോയിക്കണം, മറ്റേ അനിയത്തിയോളെ കല്യാണം കഴിച്ച വീട്ടിലുമാണ്. പിന്നെ അമ്മ വീട്ടിലില്ലേനോ, ആങ്ങളില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ പോവാതെ നേരെ ഇങ്ങോട്ട് പോകുന്നതാട്ടോ. ഞാൻ രാവിലെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്, അപ്പോൾ അവരില്ലാത്തതുകൊണ്ടാണ്. ഞാൻ സ്കൂട്ടിമ്മ വന്നിരുന്ന സ്ഥലമാട്ടോ ഈ നടന്നു പോരുന്നതൊക്കെ. ഞാനെൻ്റെ മോളെ വെച്ച് ഉമ്മാനെ വെച്ചൊക്കെ ഞാനെൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് പിന്നെ ഇപ്പോൾ നമ്മളെ മെയിൻ ഹോബി വീഡിയോ എടുക്കലാണല്ലോ എവിടെ ചെന്നാലും. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഹോം ടൂർ ഞാൻ ഓൾറെഡി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മറ്റേത് അതുപോലെ ആദ്യത്തെ പഴയ വീടാണ് കേട്ടോ. ഇതിൽ കൂടിയിരുന്നിട്ട് ഒരു കൊല്ലമൊക്കെ ആവണുള്ളൂ. അതിന് മുമ്പ് ഒരു പഴയ പേരയിലാണ് താമസിച്ചിരുന്നത്. ഇവിടുത്തെ ചെറിയൊരു കുട്ടി ഓളും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ മറ്റേ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കണോ. ഇതിൻ്റെ അനിയത്തിൻ്റെ ചെറിയ അനിയത്തി എഴുതുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഓള് കൂടിയിരുന്ന സമയത്ത് ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. ഓൾ ഇതേപോലെ ആയത്തിൽ കുറിച്ച് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ എഴുതും കേട്ടോ. കാലിഗ്രാഫി ഓള് ചെയ്തതാണത്. അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അനിയത്തി എൻ്റെ അനിയനും എൻ്റെ ചെറിയ അനിയത്തി ഓല് 3 മാഷാഅല്ലാഹ് നല്ല പഠിക്കുമായിരുന്നു കേട്ടോ. ഇവള് സയൻസ് എടുത്തിരുന്നത്, എന്നിട്ട് ഉന്നത വിജയമായിരുന്നു കേട്ടോ. അവൾക്ക് 80% മാർക്ക് ഉണ്ടായിരുന്നു മാഷാഅല്ലാഹ്. എൻ്റെ അനിയന് 96% ഉണ്ടായിരുന്നു. ഓന് സയൻസ് എടുത്തിരുന്നത്. ഓന് CBSE ഒക്കെ ആണ് കേട്ടോ 1ാം ക്ലാസ് മുതൽ പഠിച്ചിരിക്കുന്നത്.